Yeah, students, next topic ആണ് എന്ത് bonding characteristics of the compounds of representative elements. നമുക്കറിയാം representative elements മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അവർ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് അയോണിക് ആവാം, ദെൻ കോവാലന്റ് കോമ്പൗണ്ട്സ് ആയിരിക്കാം. മെറ്റൽസ് ഫോം ചെയ്യുന്ന അയോണിക് ആണ്. നോൺ മെറ്റാലിക് കോമ്പൗണ്ട് മെറ്റൽസ് ഫോം ചെയ്യുന്നത് എന്താണ്, കോവാലന്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും. കോവാലന്റ് ഇൻ ക്യാരക്ടർ ആണ്. അപ്പോൾ നെക്സ്റ്റ് lattice energy. Lattice energy of an ionic compound is defined as the energy released when 1 mole of ionic compound is formed from its constituents gaseous ions ആണ്. അതായത് അയോൺസ് നിന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി എന്നുള്ളത്. അപ്പോൾ formation of 1 mole of sodium chloride from its gaseous ions Na+ and Cl- ആണ്. അപ്പോൾ അതിന്റെ തെർമോ chemical equation ആണ് Na+ gas plus Cl- gas gives Na+ Cl- solid. ഇവിടെ സോളിഡ് ആയിട്ട് ഇങ്ങനെ അയോണിക് ഫോമിൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അയോണിക് കോമ്പൗണ്ട്സ് ആവുകൊണ്ടാണ് അല്ലെ. then equation enthalpy of formation എന്താണ്? delta H equal to -787 kilojoule per mole ആണ്. The energy released in the process is known as lattice energy of sodium chloride ആണ്. then more നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഗ്രേറ്റർ സ്ട്രെങ്ത് ആണ്. എന്ത്? അയോണിക് ബോൺസിന്റെ സ്ട്രെങ്ത് ആണ് ആ നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. then that means lattice energy is a measure of strength of crystals ionic bonds ആണ്. ക്രിസ്റ്റലുള്ള അയോണിക് ബോൺസിന്റെ സ്ട്രെങ്ത് ആണ് എന്ത് പറയുന്നത്? ലാറ്റിസ് എനർജി എന്നുള്ളത്. ക്ലിയർ ആയി തോന്നുന്നു. അയോൺസ് നിന്ന് ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി. ഈ ലാറ്റിസ് എനർജി എന്നുള്ളത് ആ അയോണിക് ബോൺസിന്റെ സ്ട്രെങ്ത് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞു നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എൻഡോതെർമിക് പ്രോസസ് ആണെന്നുള്ളത് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാറ്റിസ് എൻതാൽപ്പി. ഇപ്പോൾ ചാർജ് കൂടുതൽ, അയോൺസിന്റെ ചാർജ് കൂടുതലാണെങ്കിൽ എന്താണ്? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി എന്തായിരിക്കും? കൂടും അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഇപ്പൊ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം എന്നുള്ളതിന്റെ കേസിൽ നോക്കിയാൽ മോർ നെഗറ്റീവ് ആയിട്ട് വരുന്നു. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാറ്റിസ് എൻതാൽപ്പി. ഇതിപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട്. The smaller the ionic radius, shorter the distance, stronger the electrostatic attraction. അപ്പോൾ എന്ത് ചെയ്യും നോക്കി, അയോണിക് റേഡിയസ് സ്മോളർ ആയിട്ടുള്ളതിനാണ് ഇപ്പോൾ നോക്കിയേ എൻതാൽപ്പി എന്നുള്ളത് കൂടുതലാവുന്നത് അല്ലെ. എൻതാൽപ്പി ബിക്കം ലെസ് നെഗറ്റീവ് and become less exothermic and less negative one as the size of the negative ions. ഇപ്പോൾ മോർ നെഗറ്റീവ് ആകുമ്പോഴാണ് എൻഡോതെർമിക് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ -70 സോഡിയം ക്ലോറിൻ തമ്മിൽ -787. നെക്സ്റ്റ് ബ്രോമിൻ ആണെങ്കിൽ -751. ഇതാണ് ഈ സോഡിയം അയഡിൻ ആണെങ്കിൽ -705 ആണ്. അപ്പോൾ നോക്കിയേ ക്ലോറിന്റെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം അയണിന്റെ സൈസ് കൂടി വരുന്നു. പക്ഷെ സെയിം കാറ്റയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ കേസിലാണ് എന്ത് ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ വരുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ കൂടുതൽ എനർജി വേണ്ടേ. ഇപ്പൊ സൈസ് കൂടുന്നതോറും എന്താണ് ഈ ന്യൂക്ലിയസിന് ഈ ഇവിടെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള പവർ കുറയുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹൈ ചാർജും സ്മോൾ സൈസിന്റെ കേസ് വീണ്ടും പറയുന്നു. അപ്പോൾ ചാർജ് കൂടുന്നതോറും ലാറ്റിസ് എൻതാൽപ്പി കൂടുന്നു, സൈസ് കുറയുന്നതോറും ലാറ്റിസ് എൻതാൽപ്പി കൂടുന്നു. വീണ്ടും അത് തന്നെ ഡിസ്കസ് ചെയ്യുന്നത് സ്മോളർ ദ അയോൺ ലാർജർ ദ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ആണ്. ലാർജർ ദ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ, ചാർജ് കൂടുന്നതോറും എന്താണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ വീണ്ടും കൂടുന്നു. ഇപ്പോൾ Fe2+ന്റെ Fe3+ നിങ്ങൾ തറവായിട്ട് പഠിക്കുക. സൈസ് കുറയുന്നതോറും എന്താണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി കൂടുന്നു. ചാർജ് കൂടുമ്പോഴും എന്താണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുന്നു. നെക്സ്റ്റ് ബോൺ-ലാൻഡെ ഇക്വേഷൻ ആണ്. ബോൺ-ലാൻഡെ ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് മാക്സ് ബോണും ആൽഫ്രഡ് ലാൻഡെ ആണ്. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കറിയാം അയോണിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ അയോൺസ് എന്നുള്ള പോയിന്റ് ചാർജസ് ആണ്. അയോൺസ്
പോയിന്റ് ചാർജസ് ആണ്. അപ്പൊ ഈ പോയിന്റ് ചാർജസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? പോയിന്റ് ചാർജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം and the force between the ions are purely electrostatic ആണ്. Point charges ആണ്, and the force between the ions are purely electrostatic ആണ്. നമുക്കറിയാം ഈ അയോൺസിന്റെ ഇടയിൽ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂളംബിക് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ കൂളംബിക് അട്രാക്റ്റീവ് എനർജി ഉണ്ടാവും. ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾസീവ് എനർജി ഉണ്ടാവും. അപ്പം ഇതിന്റെ എല്ലാം സമ്മായിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? ലാറ്റിസ് എനർജി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ലാറ്റിസ് എനർജിയുടെ ഇക്വേഷൻ കാൽക്കുലേഷൻ ഓഫ് ലാറ്റിസ് എനർജി ഫോർ അയോണിക് കോമ്പൗണ്ട്സ് U equal to minus Na A Z plus Z minus E square divided by 4 pi epsilon 0 R0 of 1 minus 1 by N. Na എന്നുള്ളത് അവോഗാഡ്രോ നമ്പർ, A എന്നുള്ള മെറ്റൽ കോൺസ്റ്റന്റ്, then Z is the numeric charge of respective ion, E is the electronic charge, epsilon 0 is the permittivity of free space, then R0 is the distance to closest ion, etc. Then lattice energy is estimated in joules in the equation ഇങ്ങനെ. പിന്നെ അവിടെ A എന്നുള്ള മെറ്റലിൻ കോൺസ്റ്റന്റ് ആണ്. ഓരോ ക്രിസ്റ്റൽസിന്റെയും മെറ്റലിൻ കോൺസ്റ്റന്റ് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ബോൺ-ലാൻഡ് ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ ജിയോമെട്രിക്കൽ അറേഞ്ച്മെന്റ് അല്ലെ, ക്രിസ്റ്റലിന്റെ ജിയോമെട്രിക്കൽ അറേഞ്ച്മെന്റ് നമ്മൾ എങ്ങനെ കാണുക? എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിലൂടെയാണ് അല്ലെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ലാറ്റിസ് എനർജി എന്നുള്ളത് നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടു. അത് അതിന്റെ സിഗ്നിഫിക്കൻസ് ഇപ്പൊ എങ്ങനെയാന്നുള്ളത്, smaller the value of equilibrium inter-ionic distance ആണെങ്കിൽ the more negative would be the value of lattice energy. അത് നമ്മളിപ്പോ നോക്കിയുള്ളൂ. ഇന്റർ-അയോണിക് ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാറ്റിസ് എനർജി കൂടുന്നു. അപ്പം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എടുക്കുകയാണെങ്കിൽ ഒരേ ആനയോൺ ആണ്, പക്ഷെ ഡിഫറെന്റ് കാറ്റോൺസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആണെങ്കിൽ ഏതിനാണ് ലാറ്റിസ് എനർജി ഏറ്റവും കൂടുതൽ? ലിഥിയം ഫ്ലോറൈഡിനായിരിക്കും. Next, the greater the charges of the ions, greater would be the magnitude of lattice energy. Next, നമ്മളിപ്പോ then next നമ്മൾ എടുക്കുന്ന കാര്യം എന്താണ്? ഇപ്പൊ സൈസ് അല്ലെ, ചാർജ് പറഞ്ഞു. ഇപ്പൊ സോഡിയം, മാഗ്നീഷ്യം, അലുമിനിയം ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു. ലാറ്റിസ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ കണ്ടു. എന്താ സോഡിയം, മാഗ്നീഷ്യം, അലുമിനിയത്തിന്റെ കേസ് എടുത്തു. അപ്പൊ അതിൽ നോക്കിയേ എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ? അലുമിനിയത്തിനാണ്. കാരണം റീസൺ എന്താണ്? ചാർജ് അലുമിനിയത്തിനാണ് കൂടുതൽ. ഇപ്പൊ ചാർജ് കൂടുന്നതും ലാറ്റിസ് എനർജി കൂടുന്നു എന്നുള്ളത്. ഇത് രണ്ടുമാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. Then Born-Haber cycle and its application in the determination of lattice energy. നമുക്കറിയാം ലാറ്റിസ് എനർജി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എനർജി ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ബോൺ-ഹേബർ സൈക്കിൾ എന്നുള്ളത്. Born-Haber cycle എന്നുള്ളത് എന്താ? തെർമോകെമിക്കൽ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ലാറ്റിസ് എനർജി ബേസ്ഡ് ഓൺ ദ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. അത് നമുക്കറിയാം, പഠിച്ചിട്ടുള്ള കാര്യമാണ്. Born-Haber cycle is the thermochemical method of calculating lattice energy based on the Hess's law of constant heat summation. It gives the relationship of lattice energy and to other energy terms involved in the formation of an ionic compound from its elements. So, അതൊരു എന്താണ് പറഞ്ഞു, തെർമോകെമിക്കൽ മെത്തേഡാണ്. അത് നൽകുന്ന എന്താണ്? ലാറ്റിസ് എനർജിയും അതർ എനർജിയും തമ്മിലുള്ള റിലേഷനാണത് കാണിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, then example, formation of NaCl from its ions ആണ്, from its constituents ions Na plus and Cl minus ആണ്. ഇപ്പൊ ഇക്വേഷൻ കണ്ടു. then the Na solid plus half Cl2 gas gives Na plus Cl minus solid. എൻതാൽപ്പി ഫോർമേഷൻ ഈക്വൽ ടു എന്താണ്? എൻതാൽപ്പി എന്നുള്ളത് എൻതാൽപ്പി ഫോർമേഷൻ ആണ്. എൻതാൽപ്പി ചേഞ്ച് എന്നുള്ളത് എൻതാൽപ്പി ഫോർമേഷൻ ആണ്. എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് ദി ഫോർമേഷൻ ഓഫ് 1 mole of NaCl from the element sodium and chlorine is known as the enthalpy formation of NaCl. ഇത് നമുക്കറിയാം കുറെ സ്റ്റെപ്സ് ഉണ്ട്. സബ്ലിമേഷൻ ഓഫ് സോളിഡ് സോഡിയം മെറ്റൽ ടു ഗിവ് സോഡിയം വേപ്പർ ഫസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള എൻതാൽപ്പിയുള്ള ചേഞ്ച് എന്നുള്ള എൻതാൽപ്പി സബ്ലിമേഷൻ ആണ്.
That one is a positive value. Second one, formation of sodium ions from its atoms in gaseous state. That means ionization enthalpy of sodium. That also a positive value. Equation നമ്മൾ നോക്കിയിട്ടുണ്ട്. Sublimation ആണ് NaS gives Na gas ആവും. അവിടെ എന്താണ് solid gas ആവും. That means sublimation. Then energy ഉള്ള change sublimation. Enthalpy of sublimation ആണ്. Next sodium ions ആണ്. അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിന് എന്താണ് ഗ്യാഷ്യസ് അയോൺസ് ഫോം ചെയ്യാണ്, അതായത് അയണൈസ് ചെയ്യുക. അപ്പൊ അവിടെയുള്ള എന്താൽപ്പിയുള്ള ചേഞ്ച് അയണൈസേഷൻ എന്താൽപ്പി, ദാറ്റ് ഓൾസോ എ പോസിറ്റീവ് വാല്യൂ. നെക്സ്റ്റ് വൺ, ഡിസോസിയേഷൻ ഓഫ് ക്ലോറിൻ മോളിക്യൂൾ ടു ഗിവ് ക്ലോറിൻ ആറ്റംസ്. ആ മോളിക്യൂളിൽ നിന്ന് എന്തുണ്ടാവുക, ക്ലോറിൻ ആറ്റംസ് ഉണ്ടാവും. അപ്പൊ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ആറ്റംസ് ആവുക. അപ്പൊ അവിടെയുള്ള എന്താൽപ്പിയുള്ള ചേഞ്ച് എന്താണ്, ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയാണ്, ദാറ്റ് ഓൾസോ എ പോസിറ്റീവ് വാല്യൂ. Next one, the equation, the half Cl2 gives, half Cl2 gas gives Cl gas ആണ്. Next, the addition of an electron to chlorine atom to form chloride ion ആണ്. അപ്പോൾ ആറ്റത്തിൽ നിന്ന് എന്താണ് ഫോം ചെയ്യുക, അയോൺ ഫോം ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാണ്. അപ്പോൾ ആനയോൺ ആണ്. അപ്പോൾ ആനയോൺ ഫോം ചെയ്യുക പറഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാണ്, വിച്ച് ഈസ് എ നെഗറ്റീവ് വാല്യൂ ആസ് എനർജി ഈസ് റിലീസ്ഡ് ആണ്. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ നമുക്കറിയാം എന്താണ്, ക്ലോറിൻ ആണ്. Then formation of a solid sodium chloride from the gaseous ions are next. Na plus gas plus Cl minus gas gives Na plus Cl minus solid. അപ്പോഴുള്ള എന്തായിട്ടുള്ള ചേഞ്ച് എന്താണ്, ലാറ്റിസ് എനർജി ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ്. Then application of Hess's law, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് കിട്ടും, enthalpy of formation equal to enthalpy of sublimation of sodium, metallic sodium, then enthalpy of ionization, ionization energy of എന്താണ് sodium ions ആണ്. then dissociation, next എന്താണ് electron gain enthalpy, then lattice energy of sodium chloride. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടേം ഇങ്ങോട്ടും വരും, ഈ ടേം ഇങ്ങോട്ടും, ഈ ടേം ഇവിടേക്കും വരും അല്ലെ. ദെൻ ആ ഒരു സൈക്കിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യും അല്ലെ. അതാണ് ഈ ഒരു ഫോർമാറ്റ്. ഏതൊരു അയോണിക് കോമ്പൗണ്ടിന്റെയും എന്ത് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ദെൻ എന്താണ് നെക്സ്റ്റ് നമ്മുടെ സോഡിയം ക്ലോറൈഡിന്റെ കാര്യം. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ലാറ്റിസ് എനർജി ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ബോൺ ഹേബർ സൈക്കിൾ വെച്ചിട്ട്. എങ്ങനെയാണ്, അതായത് ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് അറിയുമ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ലാറ്റിസ് എനർജിയും ബാക്കിയുള്ള എനർജിയുള്ള ചേഞ്ചും അറിയാമെങ്കിൽ നമുക്ക് എൻതാൽപ്പി ഓഫ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെ കാൽക്കുലേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, അയോണിക് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, ദാറ്റ് ഈസ് ദ എൻഡോതെർമിക് റപ്ചർ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ആൻഡ് സബ്സിക്വന്റ് എക്സോതെർമിക് ഹൈഡ്രേഷൻ ഓഫ് അയോൺസ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ഡിസൊല്യൂഷൻ അല്ലെ, ഈസ് ദ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ആണ്. Enthalpy of solution equal to minus lattice energy plus sum of enthalpy of hydration of ions ആണ്. മോർ അപ്ലിക്കേഷൻ എന്നുള്ളത് എന്താണ്, ഹെൽപ്പ് ചെയ്യുന്നത് എസ്റ്റിമേറ്റിംഗ് ദി സ്റ്റെബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ആൻഡ് ഇൻ ഡിറ്റർമിനിങ് ദെയർ സ്റ്റോഹിയോമെട്രി. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ എന്താണ്, ഫോർ ദ സ്റ്റെബിലിറ്റീസ് ഓഫ് മെറ്റൽ ഹൈഡ്രൈഡ്സിന്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പോളിഹാലൈഡ്സിന്റെ, പെറോക്സൈഡിന്റെ, സൂപ്പർ ഓക്സൈഡ്സിന്റെ എല്ലാം സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയുന്നത്, ഇവാലുവേഷൻ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ്. ഇതിപ്പോ ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് പ്രെഡിക്റ്റിംഗ് ആൻഡ് കമ്പയറിംഗ് ദി സൊലബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. ലാറ്റിസ് എനർജി ഡാറ്റ നമുക്ക് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യാം ദി സൊലബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. ലാസ്റ്റ് വൺ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റീസ് ഓഫ് എലമെന്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ.